നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവമേ, തിരുവചനത്താൽ സംതൃപ്തരാകുവാൻ വേണ്ടി ഞങ്ങളുടെ കൽഭരണികളുമായി വചനമാകുന്ന യേശുദാമ്പുരാൻ്റെ തൃപ്പാദത്തിലിരുന്നുകൊണ്ട് നിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാൻ വേണ്ടി ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. കർത്താവെ, അയോഗ്യനെങ്കിലും നിൻ്റെ വായിൽ നിന്നുള്ള വചനങ്ങൾ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ആഴമേറിയ കാര്യങ്ങളെപ്പറ്റി ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യത്തെ പ്രതി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവകർത്താവെ, ശ്രദ്ധ വെച്ച് കേൾക്കുവാനും അവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ള തുറന്ന് തുറവിയോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിക്കുവാനും നല്ല നിലത്ത് വീണ വിത്ത് പോലെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അത് കാരണമാകുകയും ചെയ്യണമേ എന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ഉള്ളിൽ സംഗ്രഹിച്ച പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യവും ഞങ്ങൾ ആര് എഴുതിയ സുവിശേഷം പഠിക്കുന്നുവോ ആ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ മധ്യസ്ഥതയും ശേഷം സകല പരിശുദ്ധന്മാരുടെ ശുദ്ധിയുടെ സാന്നിധ്യത്താലും ഈ വചന ശുശ്രൂഷയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ സാന്നിധ്യമാണോ എല്ലാത്തിലും വലുതായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അറിയുന്നതിനാൽ ഞങ്ങളോട് നീ കരുണയുണ്ടായി ഈ സമയം ഞങ്ങളുടെ ഇടയിൽ കൂടി നടന്ന് നീ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സർവവും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വന്ദനായ മാത്യുസ് ബാബച്ചൻ്റെ മധുര സംഭാഷണത്തിലെ തൻ്റെ മൗന വ്രതകാലത്തെ ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായി തോന്നിയത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. വന്യപിതാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കൊടുത്ത മറുപടിയിൽ വളരെയധികം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രാർത്ഥനയും ആ മറുപടിയും നമുക്കൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന ഇപ്രകാരമാണ്: പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. കാരുണ്യവാനായ കർത്താവെ, ശുദ്ധിമതിയായ മാതാവിൻ്റെയും സകല ശുദ്ധിമതികളുടെയും സകല പരിശുദ്ധന്മാരുടെയും ഓർമ്മയിൽ ഞങ്ങളെ ചേർത്ത് മഹാഭാവിയായ അടിയനോട് അവരുടെ നാമത്തിൽ നിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളെ അരുളി ചെയ്യുവാൻ കൃപ തോന്നണമേ. അത്രയും മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. സ്വർഗീയ രഹസ്യങ്ങളെ അരുളി ചെയ്യുവാൻ കൃപ തോന്നണമേ. ദൈവസന്നിധിയിൽ മാറിയിരുന്ന് സ്വർഗീയ രഹസ്യങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഈ സ്വർഗീയ രഹസ്യങ്ങൾ കർത്താവ് വിളമ്പുകയുള്ളൂ. വന്യനായ പിതാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്: പാപിയായ അടിയനോട് നിൻ്റെ പരിശുദ്ധന്മാരുടെ നാമത്തിൽ അവരെ ഓർത്ത് നിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളെ അരുളി ചെയ്യുവാൻ കൃപ തോന്നണമേ. അപ്പോൾ ദൈവം തമ്പുരാൻ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ വാത്സല്യ മകനെ, നിനക്ക് സ്വർഗീയ സമാധാനം. നീ ഭയപ്പെടേണ്ട. ധാരാളമായ കൃപ മൂലം എൻ്റെ ദിവ്യരഹസ്യങ്ങളും പ്രവചനങ്ങളും ദിവസം തോറും അരുളി ചെയ്യുവാൻ ഞാൻ അതീവ തൽപരനാണ്. എന്നാൽ രഹസ്യത്തിൽ സൂക്ഷിക്കേണ്ടതിനെ അങ്ങനെയും ജനസഞ്ചയത്തെ പ്രബോധിപ്പിക്കേണ്ടത് സ്വന്തം ജ്ഞാനത്തിൽ നിന്ന് എന്നവണ്ണം നിഗളം കൂടാതെ വളരെ വിനയത്തോടും എൻ്റെ ജനത്തോട് അറിയിക്കുകയും വേണം. ഓരോ രഹസ്യങ്ങൾ അറിയുന്തോറും നീ എന്നോട് അധികം നന്ദിയുള്ളവനും സ്തോത്രം ചെയ്യുന്നവനും വളരെ വിനയം ഉള്ളവനും ആയിരിക്കണം. ഇതിനു പുറമേ നീ അറിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒട്ടും താമസം കൂടാതെ അനുഭവത്തിൽ വരുത്തുകയും ചെയ്യണം. എന്നാൽ മധുരസംഭാഷണത്തിലെ ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടായാൽ ആ കാര്യത്തെക്കുറിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ സംഭാഷണം വഴിയായോ മറ്റേതെങ്കിലും വിധത്തിലോ
നിൻ്റെ സംശയത്തിന് നിവാരണം ഉണ്ടാകുന്നതുവരെ നീ പ്രാർത്ഥിക്കുകയും വേണ്ടി വന്നാൽ ഉപവസിക്കുകയും ചെയ്യണം. വാത്സല്യമുള്ള മകനെ, നിനക്ക് സ്വർഗീയ സമാധാനം. ഇത് നിൻ്റെ ജീവിത പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ഇതിനെ നഷ്ടപ്പെടുത്താതെ ഇരിക്കത്തക്കവണ്ണം നിൻ്റെ ചര്യകളിൽ നീ ഉത്സുകനായിരിക്കണം. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സാധാരണ കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. സാന്നിധ്യത്തിൽ പഠിക്കുന്നതും അല്ലാതെ പഠിക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്തോറും നിങ്ങൾ അധികം വിനയമുള്ളവരും നന്ദിയുള്ളവരും സ്തോത്രം ചെയ്യുന്നവരും ആയിരിക്കണമെന്ന് ഈ പിതാവിനോട് ദൈവതമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളും ശ്രദ്ധിക്കണം. ഇതിനെല്ലാം പുറമേ നീ അറിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒട്ടും താമസം കൂടാതെ അനുഭവത്തിൽ വരുത്തുകയും ചെയ്യണം. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് പോകുക മാത്രമല്ല, ഇത് അറിയുന്തോറും നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യവും അടുത്ത് വരുമ്പോൾ അവിടുന്ന് എണീറ്റ് പോകാനുള്ള ഒരു ത്വരയും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയായതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പ്രമാണിക്കുവാനുള്ള കൃപ ലഭിക്കണം. അതുകൊണ്ട് ഇതൊരു കൃപയുടെ ഭാഗമാണ്. ദൈവ്യ രഹസ്യങ്ങളെ ലഭിക്കുവാനുള്ള കൃപ ഞാൻ നിനക്ക് തന്നിരിക്കുന്നുവെന്നാണ്. നമ്മൾ ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എത്ര സൂക്ഷ്മതയോടെ ചെയ്താലും അതിനുള്ള കൃപകൾ ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലായി വരും. അത് പ്രയാസപ്പെടുവാനോ ഭയപ്പെടുവാനോ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവം പിതാവിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പല കാര്യങ്ങളും നമ്മൾ അറിയും, നമ്മൾ പഠിക്കും. അറിയുന്ന കാര്യങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മൾ യേശുവിനെ പോലെയാകണം, അല്ലെങ്കിൽ യേശുവായിട്ട് മാറണം. അതിനുവേണ്ടിയുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നതെന്ന് എന്ന് തന്നെ തോന്നിപ്പോകും. കാരണം അദ്ദേഹം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി ഉണ്ടായിരുന്ന വ്യാപാര ചിന്തകളെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അല്പം വേദനയും എന്നാൽ സന്തോഷവും ഇത് രണ്ടും കൂടെ കലർത്തിയുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം ഈ സുവിശേഷങ്ങളിൽ മുഴുവൻ നടത്തിയിരിക്കുന്നത്. കാരണം ഏകദേശം 80-90 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരുന്നിട്ടുണ്ടാവും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം കണ്ടതും കേട്ടതും തൊട്ടതുമായിട്ട് അറിയാം. അപ്പോൾ ഓരോ സംഭവങ്ങളും അദ്ദേഹം റീക്രിയേറ്റ് ചെയ്യുകയാണ്. റീക്രിയേറ്റ് ചെയ്യുമ്പോൾ പല മറഞ്ഞിരുന്ന രഹസ്യങ്ങളും വെളിവായിട്ട് വരും. ആ സംഭവം നടക്കുമ്പോൾ അത്രയും ആകണമെന്നില്ല. നമ്മളൊരു കാര്യത്തെപ്പറ്റി പിന്നീട് മനനം ചെയ്യുമ്പോഴോ അവലോകനം ചെയ്യുമ്പോഴോ ആണ് എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത് എന്ന് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി യോഹന്നാൻ ശ്ലീഹ ഇത് എഴുതിയത് വലിയ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും നിഗൂഢമായ കാര്യങ്ങളെ തുറന്നു തരുവാനുമൊക്കെ അദ്ദേഹത്തിൻ്റെ പത്മോസ് ദ്വീപിലെ ആ വലിയ മൗനത്തിലുള്ള വാസം ഇടയാക്കി. മൗനമായിട്ട് മാറിയിരിക്കുമ്പോഴും ശ്രദ്ധ ദൈവത്തിലേക്ക് യേശുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴുമാണ് രഹസ്യങ്ങൾ വെളിപ്പെടുകയുള്ളൂ. അല്ലാത്തവരെല്ലാം ഈ രഹസ്യത്തിൽ ഉള്ള ആനന്ദം ലഭിക്കത്തില്ല. മാനസികമായും ശാരീരികവുമായ ജഡീക കാര്യങ്ങളിൽ മാത്രം ദൈവികതയെ കലർത്തി അങ്ങനെ മാത്രം അതിനെ കാണുന്നവർ
ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ അത് ശരിയായ രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് കർത്താവിനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും തൻ്റെ മാംസത്തെപ്പറ്റിയും തൻ്റെ ശരീരത്തെപ്പറ്റിയും കർത്താവ് പഠിപ്പിക്കുന്ന ഈ ഭാഗത്ത് വളരെ കഠിനമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരുന്ന ജനം ചിലർക്ക് ഉൾക്കൊള്ളാതെ വന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നതുപോലെ ആയിത്തീരാതെ യേശുവിനെ സാക്ഷാലായി അറിയുവാനുള്ള കൃപ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാണ് എന്നാണ്. അപ്പോൾ ആ ബോധ്യത്തോടുകൂടി നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ 62, 63 വാക്യം വരെയാണ് പഠിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 62, 63 ഭാഗങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ പഠിച്ചു. ഇനി അതിൻ്റെ ബാക്കിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് ഒരു കണ്ടിന്യൂവേഷനായിട്ട് വരുവാൻ തക്കവണ്ണം 60 മുതൽ വീണ്ടും താഴോട്ട് വായിക്കുകയാണ്. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ ആരൊക്കെയാണ്? ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര പേരുണ്ട്? ഇനിയിപ്പോൾ നമ്മൾ കൗണ്ട് എടുക്കുകയാണ്. ശിഷ്യന്മാർ ഇപ്പോൾ എത്ര പേരുണ്ട്? അല്ല, 12 പേരല്ല, 20,000 പേർ ഏകദേശം. നമുക്കൊരു ചെറിയൊരു കണക്കെടുപ്പിലൂടെ നമുക്ക് ഊഹിക്കാവുന്നത് 20,000. 5,000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്തായാലും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടായിരുന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? ബാലൻ്റെ കയ്യിൽ നിന്നാണ് അപ്പം വാങ്ങിച്ചത്. അപ്പം കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരു 2 പേരെ നമ്മൾ തൽക്കാലം വെച്ചുള്ളൂ. 2 പേരല്ല, അതിൽ കൂടുതൽ അന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്ന കാലഘട്ടമാണ്. തൽക്കാലം 2 പേരെ വെച്ചാലും 20,000 പേരോളം ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരും, കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചവരും, തൊടണമെന്ന് ആഗ്രഹിച്ചവരും, സൗഖ്യം പ്രാപിക്കണം എന്നാഗ്രഹിച്ചവരും എല്ലാം ചേർന്നാണ് ഈ വന്നിരിക്കുന്നത്. അവരോടാണ് കർത്താവ് വലിയ വലിയ രഹസ്യങ്ങൾ തുറന്നു വിട്ടത്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ഗ്രഹിക്കാൻ വയ്യാതായ അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. അവർ പറയുകയാണ്, ഇത് കഠിനവാക്കാണ്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു. നമ്മൾ ഈ കാര്യം പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. യേശുവിന് എല്ലാ കാര്യങ്ങളും മുന്നമേ അറിയാം. ഈ അധ്യായത്തിൽ തന്നെ 6-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? 6-ാം അധ്യായം 6-ാം വാക്യം. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളും യേശു തൻ്റെ ഹൃദയത്തിൽ മുന്നമേ അറിയുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും വീണ്ടും പറയുന്നത് ഉറയ്ക്കുവാനാണ്. യേശു തമ്പുരാൻ കാൽവറിയിൽ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കയറി എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് ചെയ്യുന്ന പാപം എന്ത് എന്ന് മുന്നമേ അറിഞ്ഞ് അതും വഹിച്ചുകൊണ്ടാണ് കാൽവറിയിലേക്ക് കയറിയത് എന്നോർക്കുമ്പോഴാണ് നമുക്ക് നന്ദി കൊണ്ട് ഉള്ളം നിറയേണ്ടത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി എന്ന് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുമ്പോൾ, ഇത് ഒരു ആലങ്കാരികമായി എൻ്റെ പാപത്തെയൊക്കെ വഹിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വെറുമൊരു സാധാരണ ഭാവത്തിൽ കാണാതെ, ഇന്നും നാളെയും ഞാൻ ചെയ്തതും ചെയ്യുവാനിരിക്കുന്നതും ഇന്നലെ ചെയ്തതുമായ പാപങ്ങൾ 2000 കൊല്ലം മുമ്പേ യേശു മുന്നമേ കണ്ട് അത് അവൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ ശരീരത്തിന്മേൽ കർത്താവ് ഏറ്റെടുത്ത നിന്ദകളുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മുടെ പാപത്തെ കണക്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് കണ്ണിൽ മുഷ്ടി കൊണ്ട് ഇടിയേറ്റും. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ തന്ത്രപരമായി അല്ലെങ്കിൽ കുതന്ത്രപരമായി ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് വേണ്ടി ആ തലയിൽ മുൾക്കിരീടം വഹിച്ചു.
നഗ്നത കൊണ്ട് ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പകരമായി പൂർണ്ണ നഗ്നനായി കുരിശിൽ കിടന്നും അടിയേറ്റും. അങ്ങനെ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ പാപങ്ങൾ മുഖാന്തരമുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്നാണ്. അതുകൊണ്ടാണ് ശരീരത്തിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും കോമ്പൻസേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പാപത്തെ ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. ജഡീക വാസനകളെ ജയിക്കുവാൻ ജഡത്തിൽ തന്നെ നമ്മൾ ജഡത്തോട് പോരാടേണ്ടിയിരിക്കുന്നു. കർത്താവ് അത് കാണിച്ചു തന്ന് നമുക്ക് അതിൻ്റെ സാധ്യത വെളിവാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ യേശുവമ്പുരാൻ താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് മുന്നമേ അറിഞ്ഞിരുന്നു. എന്നെയും നിങ്ങളെല്ലാം മുന്നമേ കണ്ടിരുന്നു. നമുക്ക് വേണ്ടി എന്താണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് മുന്നമേ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മളൊക്കെ ആ പാതയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടും ഉണ്ടാവും. അതും മുന്നമേ കണ്ട് അതിനുള്ള പ്രതിവിധി എല്ലാം തയ്യാറാക്കിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം പ്രത്യേകമായി വളരെ യുണീക്കായി ഈ ലോകത്തിലുണ്ട്. അതിനകത്ത് കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, വേദനകളുണ്ട്, സന്തോഷങ്ങളുമുണ്ട്. സന്തോഷങ്ങൾ വരുമ്പോൾ മാത്രം ഇത് ദൈവികമായ അനുഗ്രഹമാണെന്നും വേദന വരുമ്പോൾ ഇത് ദൈവം കൈവിട്ടതാണെന്നും ഉള്ള ഒരു ബോധ്യം ശരിയായ ബോധ്യമല്ല. കർത്താവിനെ ശരിയായിട്ട് അറിയാത്തതുകൊണ്ട് ഈ ഭാഗം താഴോട്ട് വരുമ്പോൾ ഈ ശരിയായ അറിവിനെ പറ്റിയുള്ള കാര്യങ്ങൾ യോഹന്നാൻ ശ്ലീഹ വെളിവാക്കുന്നുണ്ട്. പലർക്കും കർത്താവിനെ അങ്ങോട്ട് ശരിയായിട്ട് മനസ്സിലാവുന്നില്ല. പറയുന്നത് എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലാവുന്നില്ല, മനസ്സിലാവുന്ന പോലുമില്ല. ചിലർക്ക് കുറച്ചൊക്കെ മനസ്സിലായി, ശരിയായിട്ട് മനസ്സിലാകാത്തതാണ് പലരും അവിടുന്ന് ഇറങ്ങിപ്പോയത്. ശരിയായിട്ട് മനസ്സിലാകുന്നവരൊന്നും അവിടുന്ന് പോകുകയില്ല. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മളെപ്പോഴും ഭരിച്ചുകൊള്ളണം. അവൻ മുന്നമേ എല്ലാം അറിയുന്നവനാണ്. 61-ാം വാക്യം, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? എന്താണ് പറഞ്ഞത്? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. ഇനിയും പറയാൻ പോകുന്നത്, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജനത്തോട് പറയുമ്പോൾ അവർക്കൊട്ടും മനസ്സിലാവുന്നേയില്ല. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ കർത്താവ് ഈ കാര്യത്തിൽ ജനത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അതവൻ അറിയുന്നുണ്ട്. അവൻ ഡോസ് കൂട്ടിക്കൊണ്ടുവരികയാണ്, ഒട്ടും കുറയ്ക്കുന്നില്ല. അതായത് വിശുദ്ധ കുർബാനയുമായിട്ടുള്ള പഠനത്തിലും പഠിപ്പിക്കലിലും ഒരു കാര്യത്തിനും കർത്താവ് ഇതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട്, അത് കഠിനമാണെങ്കിലും കഠിനമായിട്ട് തന്നെ പറയുക. അതിനൊരു ദാക്ഷിണ്യമില്ലാതാണ് പറയുന്നത്. അവർ പിറുപിറുക്കുന്നത് കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇത്രയും കേട്ടപ്പോഴേ പിറുപിറുക്കുവാണോ? എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എന്തുവാണ്? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് നിങ്ങൾ കയറിപ്പോകുന്നത് കണ്ടാലോ? അപ്പം പിന്നെന്താ പറയും? ഇപ്പോഴേ നിങ്ങളിങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങിയാൽ. എന്നിട്ട് പറയാണ് 63-ാം വാക്യം, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇവിടെ വരെയാണ് നമ്മൾ നോക്കിയിരുന്നത്. ജീവിപ്പിക്കുന്നതാണ് ആത്മാവ്. നമ്മളെപ്പോഴും വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഒക്കെ സംബന്ധിക്കുമ്പോൾ ഈ ജീവിപ്പിക്കുന്ന അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നില്ലെങ്കിൽ ഇതെല്ലാം ജഡീകമായ ചില ക്രിയകളായിട്ട് തോന്നിപ്പോകും. അങ്ങനെ തോന്നിപ്പോകുന്നതുകൊണ്ടാണ് ഈ ആരാധനയിൽ നമ്മൾ ഈ അല്പം 1 മിനിറ്റ് നീണ്ടാലോ 1 മിനിറ്റ് കുറഞ്ഞാലോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക രീതികളൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ജഡീകപരമായ കാര്യങ്ങളിലാണ് എന്നുകൊണ്ടാണ്. ഇതിനകത്ത് ജീവിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ
ആ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കാതെ ജീവൻ്റെ അംശം പിടികിട്ടിയില്ല. അത് ആരാധനയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ വേദപുസ്തകം വായിക്കാനിരുന്നാലും ഇത് ജീവിപ്പിക്കുന്ന ഒരാത്മാവ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്, അതിനെ തരുവാനുമാണ് കർത്താവ് വന്നത്. പഴയ നിയമത്തിൽ ഈ ജീവിപ്പിക്കുന്ന ഒരു അനുഭവം ന്യായപ്രമാണത്തിൽ കൂടിയില്ല. അതായത് പൗലോസ് ശ്ലീഹയൊക്കെ ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ, അവർ തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞത് എന്തിനെയാണ്? പഴയ നിയമത്തെയാണ്. അന്ന് പുതിയ നിയമം ഇല്ല, പഴയ നിയമത്തെയാണ്. ആ പഴയ നിയമത്തിൽ ജീവിപ്പിക്കുന്ന ഒരാത്മാവില്ല എന്ന് അവർ പോലും പറയുവാൻ കാരണം, പുതിയ നിയമത്തിൽ എത്തിപ്പെട്ടിട്ട് പുതിയ നിയമത്തിലെ കർത്താവ് തന്ന പുതിയ പരിശുദ്ധാത്മാവിൻ്റെ, അല്ലെങ്കിൽ ആ ജീവിപ്പിക്കുന്ന ആത്മാവിനെ കർത്താവ് കാണിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഗലാത്യർ ലേഖനം എടുക്കാമോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായിട്ട് നീതിക്ക് ആധാരമാകുമായിരുന്നു. എന്തിനുള്ള ന്യായപ്രമാണം? ജീവിപ്പിപ്പാൻ. ഈ ന്യായപ്രമാണം എന്തിനുള്ളതായിരുന്നു എന്നറിയാമോ? ജീവിക്കാനായിരുന്നു, ജീവിപ്പിപ്പാനല്ല. വ്യത്യാസം മനസ്സിലാക്കിക്കോണം. ന്യായപ്രമാണത്തിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ജീവിക്കാൻ? ദൈവിക കൽപ്പനകൾ അനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ, എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രമാണമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അത് പാലിച്ചാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടും. പക്ഷേ അത് പ്രമാണിക്കാനുള്ള, പാലിക്കുവാനുള്ള, ജീവിപ്പിക്കുന്ന ഒരു ശക്തി അതിനില്ലായിരുന്നു. ആ ശക്തിയാണ് കർത്താവ് നമുക്ക് ഈ പുതിയ നിയമത്തിലൂടെ, കർത്താവിൻ്റെ ശരീരരക്തങ്ങളിലൂടെ നമുക്ക് തന്നിട്ടുള്ളത്. ഈ പരിശുദ്ധാത്മാവ് ഒഴുകി വന്നത്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ ശക്തി ഒഴുകി വന്നത്, ആദ്യം അത് നീരൊഴുക്കായിട്ട് ഇറങ്ങി വന്നത് കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആരും അങ്ങനെ എഴുതുമോ? ആരെങ്കിലും അങ്ങനെ പറയും? ഒരു മുറിവുണ്ടായാൽ രക്തം ഒഴുകിയെന്നേ പറയത്തുള്ളൂ, വെള്ളം ഒഴുകിയെന്ന് ആരെങ്കിലും പറയും അതിൽ കൂടി? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഒരുത്തിന് ഒരു കുത്ത് കിട്ടി, ഒരുപാട് ചോര പോയി എന്നല്ലേ പറയത്തുള്ളൂ, അല്ലാതെ ഒരുപാട് വെള്ളം പോയി എന്ന് പറയും അതിൻ്റെ കൂടെ. ചോരയും നീരും, അതായത് ഈ നീര് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അത് ഒഴുകി ഇറങ്ങിയെന്നാണ് പറയുന്നത്. അത് സൃഷ്ടിയിലേക്ക് വ്യാപിച്ചു, ആദാമിൻ്റെ വായിലേക്ക് അത് ഇറ്റിറ്റ് വീണു. കാരണം യോഹന്നാൻ ശ്ലീഹ അത് വളരെ കൃത്യമായിട്ട് എഴുതുന്നത്, കർത്താവിൻ്റെ ശരീരരക്തങ്ങളിൽ കൂടി ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരുവാനും കൂടിയാണ്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 20,000 പേരോടും കർത്താവ് പറയുകയാണ്, ഞാൻ പറഞ്ഞ വചനങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മാംസവും എൻ്റെ രക്തവും നിത്യജീവന് ഉതകുന്നതാണ്. അത് നിങ്ങളെ ജീവിപ്പിക്കും. ജീവിപ്പിക്കുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഇടയിൽ വിശ്വസിക്കാത്തവരുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും ജനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? കർത്താവിൻ്റെ സമീപത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ സമീപത്തിരിക്കുന്ന ജനങ്ങളോടാണ് ഈ അവിശ്വാസതയെക്കുറിച്ച് പറയുന്നത്. കർത്താവിൻ്റെ അടുത്തിരിക്കുകയാണ്, കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമുക്കെല്ലാം കർത്താവിനെ അറിയാം, യേശുവിനെ അറിയാം, വേദപുസ്തകം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ വിശ്വാസം നമ്മളിൽ സ്ഥിരമാണോ? ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്?
കാരണം കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞാലും കർത്താവിനെ പറ്റി അറിഞ്ഞെന്നൊക്കെ പറഞ്ഞാലും വിശ്വാസം വർദ്ധിക്കണമെന്നില്ല. ഇവിടെ മറ്റൊരു വചനം കിടപ്പുണ്ട്, അതിലേക്ക് വരുമ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞോളാം. പത്രോസ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ആ ഭാഗം വരുമ്പോൾ ഈ കാര്യം കുറച്ചും കൂടെ വ്യക്തമാകും. കർത്താവിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ആത്മീയ കാര്യങ്ങളും നിവർത്തിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും പൂർണ്ണമാകുന്നില്ല. കർത്താവിൽ ഉള്ള വിശ്വാസം കൃപയാൽ വന്ന് അതിൽ നിലനിൽക്കണം. വിശ്വസിക്കുന്നത് കൃപ കൊണ്ടുകൊണ്ടാണ്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ എത്തുകയില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. താഴോട്ട് വായിച്ചാൽ അതിമനോഹരമായൊരു വാക്യമാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മിടുക്കൊണ്ടൊന്നുമല്ല, നിങ്ങൾ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടൊന്നുമല്ല, കർത്താവിൻ്റെ കൃപ, പിതാവ് ആകർഷിച്ചതുകൊണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പിതാവ് ആകർഷിച്ചതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ തന്നെ അതിനെ വിശ്വസിക്കണം. എന്താ എല്ലാവർക്കും വരാൻ തോന്നാത്തത്? എന്താണ് വരാൻ തോന്നാത്തത്? പിതാവിൻ്റെ ആകർഷണമില്ല. ഇതെല്ലാവർക്കും പറ്റില്ല. ഇത് കഠിനമാണ് ഈ സാധനം. അടുത്തുള്ളവർക്ക് പോലും വരാൻ തോന്നത്തില്ല. അതങ്ങനെയാണത്. അപ്പോൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മളെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അതുകൊണ്ട് ഒന്നിലും നമ്മൾ നിഗളിക്കുവാനോ അഹങ്കരിക്കുവാനോ ഒന്നും ഇല്ല. നമ്മുടെ കയ്യിൽ അതിനായിട്ടുള്ള ഒരു സാധനവുമില്ല, സാധ്യതയുമില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും പിതാവിൻ്റെ ആകർഷണം കിട്ടിയിട്ടില്ല. ആ പിതാവിൻ്റെ ആകർഷണം കിട്ടണമെങ്കിൽ ഇവനെ, ഈ കേൾക്കുന്ന വചനത്തെ പൂർണ്ണമായിട്ട് സാക്ഷാലായിട്ട് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. എൻ്റെ മാംസം ഞാനിതാ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് അതിടർച്ചയുണ്ടാകുക എന്നുള്ളത്. എന്നാൽ പറയുന്നത് ആരാണ്? ഇവൻ പറഞ്ഞാൽ അതങ്ങനെയാണ് എന്ന് 101% ആർക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നുവോ അവന് മാത്രമേ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും യേശു ആദ്യം മുതലേ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. യൂദായെപ്പറ്റി യോഹന്നാൻ ശ്ലീഹ എപ്പോൾ പരാമർശിച്ചിട്ടുണ്ടോ അതെല്ലാം വളരെ രൂക്ഷമായിട്ടാണ്. യോഹന്നാൻ ശ്ലീഹ മാത്രമേ യൂദായെ ഇത്ര രൂക്ഷമായിട്ട് പരാമർശിച്ചിട്ടുള്ളൂ. അതാ ഹൃദയവേദനയിൽ നിന്നാണ്. കാരണം നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹയാണ് കർത്താവിനോട് അത്രയും ഉള്ളിലങ്ങ് ഒരു എന്താ പറയുന്നത്, തീവ്രമായ സ്നേഹം പുലർത്തിയിരുന്ന ഒരു ശിഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് യൂദായോട് ക്ഷമിച്ചാലും യോഹന്നാൻ ശ്ലീഹ ക്ഷമിക്കുമെന്നുള്ള കാര്യം സംശയം. അതുപോലെയാണ് യോഹന്നാൻ ശ്ലീഹ യൂദായെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അവൻ പിശാചാകുന്നു എന്നുള്ള രീതിയിലാണ് പല രീതിയിലും എഴുതിയിരിക്കുന്നത്. അത് കർത്താവ് പറഞ്ഞതിനെ കോട്ട് ചെയ്ത് പറഞ്ഞതാണെങ്കിൽ പോലും ആ നാശയോഗ്യൻ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ അത്ര നല്ല വാക്കുകളല്ല. ഒരു ആത്മ അഭിഷേകമുള്ള ഒരു നാവിൽ നിന്ന് ശത്രുവിനെ പോലും നാശയോഗ്യൻ എന്നൊന്നും സത്യത്തിൽ വിളിക്കുവാൻ പാടുള്ളതല്ല. പക്ഷേ ആ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ പിന്നീടൊരു കാലത്ത് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ തന്നെയും ആ രീതിയിലാണ് യൂദായെ പരാമർശിപ്പിക്കുന്നത്.
ഇവിടെ യൂദ എന്ന് പറയുന്ന ഒരാളെ പറ്റി വേദപുസ്തകം സാക്ഷിക്കുന്നത് ഒറ്റുകാരനായി തീർന്ന യൂദ എന്നാണ്. ഒറ്റുകാരനായ യൂദ എന്നല്ല, ഒറ്റുകാരനായി തീർന്ന യൂദ. അവൻ അങ്ങനെ ആയിത്തീർന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ വളരെ സൂക്ഷ്മമായ ഒരു സംഗതിയുണ്ട്. ഈ 11 ശിഷ്യന്മാരുടെ കൂടെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളും അത്ഭുതങ്ങളും കേട്ട് നടന്ന ആൾ തന്നെയാണ് യൂദ. പക്ഷേ ഇവനിൽ എങ്ങനെ സാത്താൻ കയറി, അല്ലെങ്കിൽ അവൻ ഈ രീതിയിൽ എങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി? ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇത് ഒരു ദിവസം കൊണ്ട് യൂദ ആയിത്തീർന്നതല്ല. ഈ 3.5 കൊല്ലം കാലം കൊണ്ട് അവൻ വളർന്നു വന്ന് കേട്ട് അവൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചത് മൊത്തവും ഒറ്റുകാരനായി തീരുന്ന, അല്ലെങ്കിൽ താൻ തന്നെ ഒരു നാശയോഗ്യനായി തീരുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ബാക്കി 11 സ്ത്രീയന്മാരും കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് എത്തിയപ്പോൾ ഇവന് ഒറ്റുകാരനായി തീർന്നു എന്ന് പറഞ്ഞാൽ പൈശാചിക സ്വഭാവമുള്ളവനായി തീർന്നു. അപ്പോൾ വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, സാക്ഷാൽ കേൾക്കണം. യാക്കോബ് 1:21. എന്നാൽ എല്ലാ അഴുക്കും സകല ദുഷ്ടതയും നീക്കി ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അടുത്ത വചനമാണ് കേൾക്കേണ്ടത്. അതിനടുത്ത വചനം 1:21 ഞാൻ പറഞ്ഞത്. 1:22 അത് വായിക്കുക. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. കണ്ടോ, യൂദ ചെയ്ത കാര്യം യോഹന്നാൻ ശ്ലീഹ പറയുന്നത് എന്താണ്? ചതി, ചതിയൻ, വഞ്ചകൻ. ആരെയും ചതിക്കരുത്, വഞ്ചിക്കരുത്. ആരുടെയും കണ്ണുനീർ നിങ്ങൾ മുഖാന്തരം ഈ ഭൂമിയിൽ വീഴരുത്. കൊടും തീയായിട്ട് മാറും. വളരെയധികം അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഇതൊരു വലിയ പൈശാചിക പ്രേരണയാണ്, വലിയ ഒരു അരൂപിയാണ്. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഭീകര അരൂപിയാണ് വഞ്ചകൻ്റെ അരൂപി. അത് അഗ്നിപർവ്വതം പോലെ ആളിക്കത്തും. ഏത്? അതിൻ ഫലമായി ഭൂമിയിൽ ഒരു കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ അത് അഗ്നിപർവ്വതം പോലെ ആളിക്കത്തിയിരിക്കും. മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കുമ്പസാരിച്ച് യേശുവിലേക്ക് തിരിഞ്ഞു വന്നിട്ട് യൂദായെപ്പോലെ ഞാൻ ആയിപ്പോയി എന്ന് പറഞ്ഞ് അനുദപിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ ഈ ചതിക്ക് പ്രശ്നമുണ്ട്. വഞ്ചിക്കുന്നവർക്ക് അനുദപിക്കുവാൻ തോന്നില്ല. അങ്ങനെയാണ്. യൂദായ്ക്ക് എന്തുകൊണ്ട് അനുദപിക്കാൻ തോന്നിയില്ല? ഇത്രയും കണ്ടിട്ടും. ആ കാശ് എടുത്തുകൊണ്ട് മഹാപുരോഹിതൻ്റെ അരമനയിൽ പോയി അവരുടെ മുഖത്തെറിഞ്ഞിട്ട് പോകാനേ തോന്നിയുള്ളൂ. ഇന്നാ അതാണ്ട് കിടക്കുന്നു നിങ്ങളുടെ പൈസ എന്ന്. യേശുവിൻ്റെ മുമ്പിൽ വന്ന് അനുദപിക്കാൻ തോന്നിയില്ല. എന്നാൽ പത്രോസ് തള്ളിപ്പറഞ്ഞത് കണ്ട് യേശു അവനെ നോക്കി. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ അവൻ മാറി നിന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. മാറിപ്പോയി പൊട്ടിക്കരഞ്ഞു. അത് മതി, കർത്താവിന് അത്രയും മതി. പത്രോസിനെ പറ്റി പറയുന്നത്, പിന്നീട് എല്ലാ ദിവസവും ഈ കോഴി കൂവുന്ന സമയത്ത് പത്രോസ് എഴുന്നേറ്റ് കരയുമായിരുന്നുവെന്നും പത്രോസിനെ തലകീഴായി കുരിശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ പത്രോസിൻ്റെ കണ്ണിൽ നിന്ന് ഒഴിയ കണ്ണുനീരിൻ്റെ സ്ഥിരമായുള്ള പ്രവാഹത്തിൻ്റെ ഫലമായി ഇവിടെ ചാലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റ അനുതാപത്തിലെ കർത്താവ് ക്ഷമിച്ചു. പക്ഷേ ഈ അനുതാപം നമ്മൾ ഓർത്തോർത്ത് അതിനെപ്പറ്റി അനുദപിച്ചുകൊണ്ടേയിരുന്നാൽ ആ പാപം മുഴുവനായി നമ്മളിൽ നിന്ന് നീക്കപ്പെടും എന്നുള്ളത് മാത്രമല്ല, പിന്നീട് ആധിപത്യം സ്ഥാപിക്കില്ല.
നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് നമ്മൾ അനുതപിച്ചു എന്ന് വിചാരിക്കുക, പിന്നീടും ആ തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഒരു തെറ്റ് ചെയ്തത് നമ്മൾക്ക് സമ്പൂർണ്ണമായി ക്ഷമ കിട്ടിയിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് മനനം ചെയ്ത് സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് നമ്മൾ ഓർത്ത് വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ അനുദപിക്കുന്നത് ആ ദുഃഖത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് എന്നെ കൈക്കൊണ്ടല്ലോ എന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ നിറവിൽ നമുക്ക് കണ്ണീർ വന്നാൽ ഈ പാപം പിന്നീട് ഒരിക്കലും ആധിപത്യം സ്ഥാപിക്കില്ല. പലരും ചെയ്യുന്നത് ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഭീകരമായ മരണകരമായ ഒരു പാപം ചെയ്തു എന്ന് വിചാരിക്കുക, ആ പാപത്തിൽ നിന്നെല്ലാം കർത്താവിൻ്റെ രക്തത്തിൽ മോചനമുണ്ടല്ലേ, അവൻ്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്, അതിനൊരു മാറ്റമില്ല. നീ എത്ര വലിയ പാപിയാണേലും, പിശാചിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ പോലും, പിശാചിൻ്റെ സന്തതിയാണെങ്കിൽ പോലും, നേരിട്ട് സന്തതിയാണെന്ന് വിചാരിക്കുക, അവന് പോലും അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ ആധിക്യത്താൽ ഈ തൻ്റെ രക്തം നമുക്ക് ചൊരിഞ്ഞു തന്ന് ആ അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പ് എപ്പോഴും സാധ്യമാക്കിയിരിക്കണം. പക്ഷേ നമ്മൾ ആ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം നമ്മൾ കൃപയിലായി, ഇപ്പോൾ കൃപയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യ ബോധത്തിലാണ് നമ്മളെപ്പോഴും. അങ്ങനെ സാന്നിധ്യബോധം ഉള്ളപ്പോൾ നമ്മൾ ചെയ്തു പോയതിൻ്റെ വിഷമത്തിലല്ല നമുക്ക് ആ കണ്ണുനീര് വരേണ്ടത്. പക്ഷേ ഇത്ര കാരുണ്യവാനായ, ഇത്ര സ്നേഹവാനായ കർത്താവിനെ, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിൻ്റെ ആ ത്യാഗത്തെ ഓർത്ത് നമ്മൾ അനുദപിച്ചുകൊണ്ടേയിരുന്നാൽ, അതാണ് അനുതാപം. ഒരു സ്റ്റോപ്പ് ഓവർ തിങ് അല്ല, അത് കണ്ടിന്യൂസ് ആണ്. ജീവിതം മുഴുവൻ അനുതാപമാണ്. ഈ അനുതാപത്തിലൊരു സന്തോഷമുണ്ട്. ആദ്യം അനുദപിക്കുമ്പോൾ അത് നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ അനന്തരഫലമായിട്ടുള്ള ത്യാഗങ്ങളുടെയും നെടുവീർപ്പുകളുടെയും ആണെങ്കിൽ, പിന്നീട് മുൻപോട്ട് അനുതാപം ആനന്ദമാണ്. അപ്രയം പിതാവ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അനുതാപം കണ്ണുനീർ എന്ന് പറയുന്ന ഒരു 2 അധ്യായം തന്നെ അപ്രയം പിതാവിൻ്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് കണ്ണുനീരിൻ്റെ വരമുണ്ടായിരുന്നു. കണ്ണുനീരിൻ്റെ വരം, ഇതൊരു വരമാണ്. ഇതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കരയുവാനുള്ള വരം നമ്മൾ ചോദിച്ചു വാങ്ങിക്കുക. അപ്രയം പിതാവിന് ആ വരമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാലം വന്നപ്പോൾ ഇദ്ദേഹത്തിന് കരയുവാൻ സാധിക്കാത്തതുപോലെ വന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴും കണ്ണുനീർ വരുന്നില്ല. കാരണം ഇദ്ദേഹം ഇതിനെ കണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതാണ് അതിനകത്തെ പ്രധാന ചിന്താവിഷയം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ ബോധമുണ്ടോയെന്നറിയില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുകുത്തുമ്പോൾ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് കണ്ണുനീരിൽ കൂടിയായിരുന്നു. എൻ്റെ മുമ്പിൽ യേശു ഉണ്ട് എന്നുള്ള സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് കണ്ണുനീരിൽ കൂടിയാണ്. കണ്ണുനീര് വന്നു, അതാ ആത്മാവിൻ്റെ ആ ജീവിപ്പിക്കുന്ന ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമാണ്, ശരീരത്തിൻ്റെ അടയാളമാണ്. ഇത്തരം അടയാളങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ രോഗം മാറും, ക്ഷീണം മാറും മാത്രമല്ല, അതവിടെ മാറിയാലും മാറിയില്ലേലും ശരിയായ സൂക്ഷ്മതയേറിയ രഹസ്യപരമായ അടയാളങ്ങൾ ഇതൊക്കെയാണ്. ശരിക്കും നമ്മളുടെ ശരീരത്തിലെ വേദനകൾ അടയാളങ്ങളാണ്. ഇത് മാറാനാണ് നമുക്ക് എപ്പോഴും ആഗ്രഹം. ഇപ്പോഴും എന്നെ പലരും വിളിക്കുന്നത്, അത് നമുക്ക് അവരവർക്കത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. നമ്മളെല്ലാം പ്രാർത്ഥനാ വിഷയം ശരീരവേദനയിൽ ഒതുങ്ങിയിരിക്കുക. പക്ഷേ ശരീരവേദന ഒരു ചൂടടയാളമാണ്, ചൂടടയാളം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുത്താട്ട് 6-ാം അധ്യായം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം
അവസാനത്തെ വാക്യം, അവസാനത്തെ ഭാഗത്തുള്ള വാക്യം. അല്ല, വാക്യം എത്രയാണെന്ന് ഞാൻ പറയാം. 14 വായിക്കും. 14 അതെ 17 അത് തന്നെ. 17 വായിച്ചു. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അതവിടെ ഇരുന്നോട്ടെന്ന്. ഇതങ്ങ് എടുത്ത് കളയാൻ, കർത്താവ് എന്നുള്ള അടയാളം എന്തിനാണ് എടുത്ത് കളയുന്നത്? ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ ശരീരത്തിൽ ഈ സാധനം പച്ച കുത്തി വയ്ക്കുകയാണ്, ഓരോ അടയാളങ്ങൾ. ഈ കർത്താവ് നമുക്കൊരു അടയാളം തന്നാണ് വിട്ടിരിക്കുന്നത്. ജീവനുള്ള ശ്രീബായുടെ അടയാളം നമ്മുടെ നെറ്റിമേൽ മാമോദീസായിൽ പതിപ്പിച്ചത് നമ്മളെ ഓർമ്മിപ്പിക്കുവാനാണ്. ഓരോ ചൂടടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നവരെയും തന്നിട്ടുള്ളത്. അത് ശാരീരിക വേദനയായാലും കൊള്ളാം, മാനസിക വേദനയായാലും കൊള്ളാം. ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. 2 കോരിന്ത്യർ 4:10 വായിക്കാമോ? 2 കോരിന്ത്യർ 4:10 യേശുവിൻ്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ മരണത്തിൻ്റെ പൂരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവം കൊണ്ട് പൂരിപ്പിക്കൽ ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എന്ന് കൊലോസ്യർ 1:24 നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള വാക്യമാണ്. വീണ്ടും വീണ്ടും വായിക്കണമെന്നില്ല, എന്നാലും ഒന്ന് വായിച്ചേരെ. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്നൊരു വചനമുണ്ട്, ഉണ്ടല്ലേ? 1:24 കൊലോസ്യർ. കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലെ പാടുകളല്ലേ. അതിൽ കുറച്ച് പാടുകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ നമ്മൾ ഈ പാടെല്ലാം എടുത്ത് കളയാനുള്ള വ്യഗ്രതയും നടക്കുകയാണ്. ചെറിയ ചെറിയ വേദനകളൊക്കെ അങ്ങ് വലിയ വലിയ വിഷയങ്ങളാക്കുക. ഒന്നും ആക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. ഇതിന് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, കേട്ടിട്ടുണ്ടോ? സംഭവിക്കേണ്ടത് അതാണ്. അതവിടെ ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് സഹിക്കാവുന്നതിന് അപ്പുറത്തേക്കൊന്നും ദൈവം തരില്ല, അത് പൊക്കോളും എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ രോഗസൗഖ്യ പ്രദാനത്തെ ഞാൻ തുച്ഛീകരിച്ച് കണ്ടതല്ല. അത് വേണ്ട സമയത്ത്, തക്ക സമയത്ത് അത് കർത്താവ് സൗഖ്യവും നിവർത്തിക്കും. ഈ ചൂടടയാളം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വഹിക്കേണ്ടതുണ്ട്. ആവർത്തന പുസ്തകം 15:16 ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 15:16 15:17 നീ ഒരു സൂചിയെടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം. അത്രയും മതി. ഞാൻ പറഞ്ഞത്, പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം, നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്. ഒരു യജമാനൻ ഒരു ദാസനെ സ്വീകരിച്ചിരിക്കുന്നു, തൻ്റെ ദാസനാണ് എന്നുള്ളതിൻ്റെ മുദ്ര അവനെ ഭിത്തിയോട് ചേർത്ത് കാത് തുളച്ച് കയറ്റണം. കാതിലൊരു കിഴുത്ത. യേശുവിൻ്റെ കയ്യിലടിച്ച ആണിയുടെ ഒരു ചെറിയ അംശം നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നത് അവനോട് ചേർന്നിരിക്കുന്നതിൻ്റെ, അവൻ്റെ പുത്രിയാണ് എന്നുള്ളതിൻ്റെ മുദ്രയാണ്. ദാസനും ദാസിയൊന്നുമല്ല, പുത്രിയാണ് എന്നുള്ളതിൻ്റെ മുദ്രയാണ്. അത് എടുത്തു മാറ്റുവാൻ വേണ്ടി ഒരുപാട് ദാഹിക്കേണ്ട, കർത്താവ് എടുത്തു മാറ്റിക്കോളൂ. അത് എത്ര വലിയ കാര്യമാണെങ്കിലും. Kyrie eleison.